ഞാനിപ്പോൾ നിൽക്കുന്നത് ട്വിക്കനാമിലാണ്. ഞാനിവിടെ മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ നല്ലൊരു ക്രൗഡ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റഗ്ബി ഉള്ള ദിവസമാണ്. അപ്പം ഇവർക്ക് റഗ്ബി എന്ന് പറയുന്നത് വളരെ ക്രേസാണ്. റഗ്ബി, ഫുട്ബോൾ, അത് കഴിഞ്ഞേ ഉള്ളൂ ക്രിക്കറ്റിൻ്റെ സ്ഥാനം. അപ്പോൾ എന്നാൽ പിന്നെ ഒരു കാഴ്ച ഇവിടെ ആവട്ടെ, ഇതൊന്ന് വീഡിയോ എടുക്കാം എന്ന് കരുതി പിക്ചറൈസ് ചെയ്തതാണ്. സ്ട്രീറ്റിലൊക്കെ എന്താ ബാറ് തുടങ്ങിയിരിക്കുകയാണ്. സ്ട്രീറ്റ് ഫുഡും അത് ഇവർക്കിന്ന് ആഘോഷമാണ്. അതുമാത്രമല്ല ഇന്ന് പിന്നെ ഹാലോവിൻ ഡേ കൂടെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അവർക്ക് ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വീക്കെൻഡ് കൂടെ ആയതുകൊണ്ട് അവരിന്ന് എൻജോയ്മെൻറ്റിൻ്റെ അങ്ങേയറ്റം പരമകോടിയിൽ എത്താനുള്ള പരിപാടിയാണ്. വലിയ ആവേശത്തിലൊക്കെ ഇപ്പോൾ പോകുന്നു, കളി കാണാൻ വേണ്ടി പോവുകയാണ്. കളി കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി. അങ്ങനെയാണ്. ട്വിക്കനാം എന്ന് പറയുന്നത് സെൻട്രൽ ലണ്ടനുമായിട്ട് കുറച്ച് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ ഈ കുറച്ച് എലൈറ്റ് ക്ലാസ്സുകൾ ജീവിക്കുന്ന ഒരു ഏരിയയാണ്. നല്ല ഏരിയയാണ്, നല്ല ഏരിയ. അപ്പം വീടുകൾക്കൊക്കെ പ്രൈസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഈ കാണുന്ന സ്ട്രീറ്റ് ഇത് ഇവിടുത്തെ ഒരു ഫ്രഞ്ച് സ്ട്രീറ്റ് എന്ന് പറയും. കാര്യം ഈ ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഒത്തിരി കൂടുതലുണ്ട്. അത് മാത്രമല്ല ഈ സ്ട്രീറ്റ് ഫ്രാൻസിൻ്റെ ഒരു എന്താ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന അതേ രീതിയിലുള്ള അവരുടെ സ്ട്രീറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഫ്രഞ്ചുകാരുടെ ഒരു സ്ട്രീറ്റ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കും ഈ ഒരു പേര് കിട്ടിയത്. റെസ്റ്റോറൻറ്റ്സാണ് കംപ്ലീറ്റ്, പബ്ബും റെസ്റ്റോറൻറ്റുകളും. പിന്നെ ഇത് ചെന്നിറങ്ങുന്നത് ഒരു നല്ലൊരു ലേക്ക്, ഒരു റിവർ, ആ ഒരു രീതിയാണിത്. നല്ല രസമാണ് ഇതുവഴി നടക്കാൻ. ഇതുവഴി നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, വാഹനങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പുറത്തിരുന്നൊക്കെ ആഹാരം കഴിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നൊരു സ്ട്രീറ്റാണിത്.
ഈ വന്നിറങ്ങുന്നത് ഒരു ലേക്കിൻ്റെ കരയിലാണ്, ഒരു റിവർ. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഞാനിപ്പോൾ എടുക്കുന്നതൊരു 11 മണി സമയത്താണ്. ഈ വിൻ്ററിലും കുറച്ച് സൺലൈറ്റ് ഉള്ളൊരു ദിവസമാണ് ഇന്ന്. സത്യത്തിൽ എനിക്ക് ക്യാമറ പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. സൺലൈറ്റ് കറക്റ്റായിട്ട് ക്യാമറയിൽ അടിക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിട്ട് കിട്ടത്തുള്ളൂ, ലൈറ്റിങ് ശരിയാവത്തില്ല. ഈവനിങ് ആകുമ്പോൾ ഇവിടെ എല്ലാം നിറയും, ആൾക്കാരെ കൊണ്ട് നിറയും. പ്രത്യേകിച്ച് ഇന്ന് ഈ ഹാലോവിൻ ഡേ ഇവിടെ ആയതുകൊണ്ട് ഇതിൻ്റെ കരയിലൊക്കെ പബ്ബുകളാണ്. എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്, രാവിലെ മുതൽ തുടങ്ങിയിരിക്കുക. ഞാൻ ഈ പാലത്തിൻ്റെ മേളിൽ നിന്ന് കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് എനിക്ക് കയറിയതാണ്. ഈ അപ്പുറത്ത് പോകാൻ വേണ്ടിയുള്ളൊരു പാലമുണ്ട് ഈ നദിക്ക് കുറുകെ. നിന്ന് കാണാൻ നല്ല രസമാണ്. വിൻ്റർ ആയതുകൊണ്ട് ചെടികളുടെ ഈ മരങ്ങളുടെ ഇലകളെല്ലാം മുഴുവൻ കളർഫുള്ളായി. ഇന്നലെയൊക്കെ നല്ല കാറ്റായിരുന്നു, അതുകൊണ്ട് കുറേ ഇലകളെല്ലാം ഒഴിഞ്ഞു. എന്നാലും കാണാൻ വിൻ്റർ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഫ്ലൈറ്റ് വരുന്നുണ്ട്, കളർഫുള്ളായൊരു ഫ്ലൈറ്റാണ്. എനിക്കത് സൂം ചെയ്യാൻ കിട്ടുന്നില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഈ മരം ഇവിടെ ഈ യൂറോപ്പിൽ മൊത്തം ഉണ്ട്. എനിക്ക് തോന്നുന്നു തണുപ്പ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കാശ്മീരിലും ഇതുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എവിടെയോ പിക്ചർ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ മരം കാണാൻ. ഇല ഇങ്ങനെ താഴോട്ട് വളർന്നു വരും.
ഇവിടെ ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ് കൊടുക്കുകയാണ്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൊക്കക്കോള പോലെ ഒരു പുതിയ കോള അവർ ലോഞ്ച് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഞാനും വാങ്ങി വരണം, എല്ലാവർക്കും കൊടുക്കുകയാണ്. 1-2 ഒക്കെ വെച്ച് മേടിക്കാം. ഇവിടെ പിന്നെ എന്താ പറയുക, ഡ്രിങ്ക്സ് തുടങ്ങി അവർ, ബിയർ ബാറും പിന്നെ ആഘോഷം ആണല്ലോ ഒന്ന്. അപ്പം അവർ എല്ലാം കൊണ്ടും ഇന്ന് അടിച്ചു പൊളിച്ച് രാത്രിയാകുമ്പം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറി ഈ റോഡിൻ്റെ അപ്പുറമൊക്കെ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇന്നിവിടെ ഈ റഗ്ബി നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയയുടെയും ഇംഗ്ലണ്ടിൻ്റെയും എന്താ ഷോളുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുക. ഇത് ടിക്കണ റെയിൽവേ സ്റ്റേഷനിലെത്തി. എനിക്കിനി തിരികെ എൻ്റെ വീട്ടിൽ പോകണം. ഞാനൊരാളിനെ കാണാൻ വന്നതാണ്. ആളിനെ കണ്ടു കഴിഞ്ഞ് ഇനി തിരികെ വീട്ടിൽ പോകണം. ഞാൻ ഇത് അറിയാതെയാണ് ഇന്ന് കയറി വന്നത്. ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാൻ കരുതുകയും ചെയ്തു എന്താണെന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് പിടികിട്ടി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഞാനിങ്ങനെ അകത്ത് കയറി റെയിൽവേ സ്റ്റേഷനിൽ. എനിക്ക് വീട്ടിൽ പോയിട്ട് ട്രെയിനെത്തി. ഇതിൽ നിന്ന് ആളിറങ്ങിയിട്ട് വേണം ഇനി കയറാൻ. ഇത് കണ്ടാൽ തോന്നും ഇത് ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് പോയിൻ്റാന്ന് തോന്നും. എല്ലാവരും ഇറങ്ങുന്ന കണക്ക്. ആൾക്കാരെല്ലാം റഗ്ബി ഭയങ്കര ക്രേസാകും അവർക്ക്. എനിക്കും കയറേണ്ട സമയമായി. ഞാനും കയറി കഴിഞ്ഞിട്ട് അതിനകത്തു നിന്നെടുത്ത വീഡിയോ ആയിരുന്നു. പുറത്ത് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക. famous junction.